ഇനി ഈ കപ്പലിന് MSC എൽസ 3 എന്ന കപ്പലിന് ഇന്നലെ എന്ത് സംഭവിച്ചു? ഇന്നലെ മുതലുള്ള സംഭവവികാസങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ നിന്ന് പോകാം. തീരത്ത് കനത്ത ജാഗ്രത തുടരുമ്പോൾ അപകടത്തിൽപ്പെട്ടത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ്. ഇത് വിഴിഞ്ഞം കൊച്ചി റൂട്ടിൽ സ്ഥിരമായി ഇത്തരം ചരക്ക് നീക്കം നടത്തുന്ന ഒരു കപ്പൽ കൂടിയാണ്. MSC എൽസ 3 എന്ന കപ്പലാണ് കടലിൽ ചെരിഞ്ഞത്. ലൈബീരിയൻ കപ്പലാണ്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലൈബീരിയയിൽ ആണ്. അപകടമുണ്ടായത് എറണാകുളത്ത് നിന്ന് 74 കിലോമീറ്റർ ഉൾക്കടലിലാണ്. അത് ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 62 കിലോമീറ്റർ ദൂരത്തിൽ ഉൾക്കടലിലാണ് ഈ അപകടം സംഭവിച്ചത്. വളരെ വേഗത്തിൽ തന്നെ ഈ അപകടം നടന്ന പിന്നാലെ തന്നെ വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിന് കിട്ടി. അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഉള്ള ഫ്യൂവൽ, അങ്ങനെ അപകടകരമായ രാസവസ്തുക്കളും ഇന്ധനവും അടങ്ങിയിട്ടുള്ളതാണ് ഈ കപ്പലിൽ അടക്കമുള്ളവ ഉണ്ട്. ഇത് കടലിലേക്ക് പരക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി നിൽക്കുന്ന ഒരു കാര്യം. 350 മെട്രിക് ടൺ ഇന്ധനമാണ് ഒഴുക്കിൽപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുത. അപകടവിവരം ഏകദേശം 1:30 കൂടിയിട്ടാണ് കോസ്റ്റ് ഗാർഡിന് വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കൊക്കെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങൾ ലഭിച്ചു. അങ്ങനെയാണ് നമ്മൾ മാധ്യമങ്ങളൊക്കെ ആ മുന്നറിയിപ്പുകൾ, അതായത് തീരത്ത് ഏതെങ്കിലും രീതിയിൽ അപകടകരമായി കാണുന്ന കാർഗോകളൊന്നും സ്പർശിക്കാനോ കൗതുകത്തോടെ അതിന്റെ അടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകി. ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ റഷ്യൻ ക്യാപ്റ്റൻ അടക്കം എല്ലാവരും വിദേശികളാണ്. ഈ അപകടം ഉണ്ടായപ്പോൾ 9 പേർ കടലിൽ ചാടി രക്ഷപ്പെട്ടു. മറ്റുള്ളവർ പിന്നീട് ഏറ്റവും അവസാനം ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 ജീവനക്കാരെ കൂടി ഇന്ന് രാവിലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ അപകട വിവരം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ അടക്കം എയർക്രാഫ്റ്റുകൾ 3 കപ്പലുകളൊക്കെ ഈ അപകട സ്ഥലത്തേക്ക് പോയിരുന്നു. അവരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. INS സുജാത, ICGS അർവനേഷ്, ICGS സക്ഷം, ഒപ്പം തന്നെ ഒരു നിരീക്ഷണ വിമാനം, ഡോണിയർ എയർക്രാഫ്റ്റ് കൂടി. അങ്ങനെ ഒരു വലിയ സംഘമാണ് കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. ഇനി ഈ കപ്പലിന്റെ സവിശേഷതകൾ എന്താണ്, അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം. കപ്പലിന് 20 വർഷം പഴക്കമുള്ള ഒരു കപ്പലാണ്. സാധാരണഗതിയിൽ ചരക്ക് കപ്പലുകളൊക്കെ മുങ്ങുന്ന സാഹചര്യം ഉണ്ട്. 20 വർഷം പഴക്കമുള്ളതാണ്. 184 മീറ്റർ നീളമുള്ള ഒരു കൂറ്റൻ കപ്പലാണ്. ഇതൊരു ഫീഡർഷിപ്പാണ്, എന്നിരുന്നാൽ പോലും കൂറ്റനാണ്. അങ്ങനെ ഒരുപാട് കണ്ടെയ്നറുകൾ അത്രയധികം വലിയ ലോഡുമായിട്ടാണ് പോയത്. പിന്നെ നമ്മൾ ഈ കണ്ടെയ്നർ ഉറപ്പിക്കുന്ന നിലയിൽ അതിലെന്തെങ്കിലും പാളിച്ചകളുണ്ടോ, പിന്നെ കാലാവസ്ഥ മോശം, ഇങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങൾ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷേ നിലവിലെ സാഹചര്യം കപ്പൽ പൂർണ്ണമായിട്ടും മുങ്ങിയിരിക്കുന്നു. കണ്ടെയ്നറുകളെല്ലാം തന്നെ കടലിൽ പതിച്ചു. ജീവനക്കാരെ മുഴുവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്.